ഷെഫ് പിള്ളയുടെ ഒരു കിടിലൻ മത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മളെപ്പോഴും ഒരേ സ്റ്റൈലല്ലേ ഉണ്ടാക്കുന്നത്, നമ്മളല്ല ഞാൻ. അപ്പോൾ അന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ച് ഞാനിങ്ങനെ തപ്പി നോക്കിയപ്പോൾ കിട്ടിയ ഒരു റെസിപ്പിയാണ്. എന്നാൽ ഇതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ സിമ്പിളാണ് കണ്ടിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തതെന്നേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി എടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇത് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചാലിച്ചെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് അരപ്പൊക്കെ പിടിച്ച് വരുമ്പോഴത്തേനും നമുക്ക് മറ്റൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും ചെറിയ ഉള്ളിയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ഉള്ളി മാത്രം യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ചെറിയ ഉള്ളി ആണെങ്കിൽ ചെറിയ ഉള്ളി, വലിയ ഉള്ളി ആണെങ്കിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഞാനൊരു അര കഷ്ണം തക്കാളി മാത്രമാണ് ഇട്ടേക്കുന്നത്, ഒരു 1/2 പീസ്. അപ്പോൾ ഇതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇത് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്, കുടംപുളിയുടെ വെള്ളം. ഞാൻ നേരത്തെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുടംപുളി വേണ്ട എന്നുള്ളവർക്ക് നമ്മുടെ വാളംപുളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുടംപുളി ഇച്ചിരി ഹെൽത്തി ആയതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ. ഇനി ഇടയ്ക്ക് നിങ്ങൾ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് നോക്കിയൊന്ന് ബാലൻസ് ആണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ, വളരെ കുറച്ച് തേങ്ങാപ്പാൽ മാത്രം മതി, അതോടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തിയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. മത്തിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയൊക്കെ തെളിയുന്നതിന് വരെ ഒന്ന് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മത്തി മസാല. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.